നമസ്കാരം. ഇനിയും സഹിക്കവയ്യ. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം. ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിൽ പിണറായിക്കെതിരെ CPI രംഗത്താണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കനത്ത തോൽവിയുണ്ടായതിന്റെ കാരണക്കാരൻ പിണറായി മാത്രമാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ പിണറായി വിജയന്റെ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്. പിണറായി രാജിവെക്കണം. 4 ഭാഗത്തു നിന്നും ഉയരുന്ന ആവശ്യം ഇത് മാത്രം. പാർട്ടിയുടെ തോൽവിക്ക് കാരണം EP-യുടെ BJP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ചർച്ചകൾ നടന്നിരുന്നുവെങ്കിൽ പോലും സഖാക്കൾ ആദ്യം കണക്ക് കൂട്ടിയതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ജനങ്ങൾ തന്നെ എല്ലാത്തിനും കാരണം പിണറായിയുടെ ഭരണപ്പിഴവ് മാത്രമാണ് എന്ന് തുറന്നടിച്ചതോടെ സഖാക്കൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ മുഖ്യമന്ത്രിയോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേതാക്കൾ രംഗത്തെത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പേരിൽ CPI-യുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിലും ആലപ്പുഴ ജില്ലാ കൗൺസിലിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം യോഗത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നു. മുഖ്യമന്ത്രി മാറാതെ തിരിച്ചുവരവ് എളുപ്പമല്ല എന്നും അത് പറയാനുള്ള ആർജവം CPI നേതൃത്വം കാട്ടണമെന്നുമാണ് യോഗത്തിൽ ഉയർന്നിരിക്കുന്ന അഭിപ്രായം. തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് മുന്നണി കൺവീനർ BJP നേതാവിനെ കണ്ടതും തിരിച്ചടിയായെന്ന് CPI നേതാക്കൾ പറയുന്നു. സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും സർക്കാർ വെറുപ്പിച്ചതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാരണം. സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാതെ വന്നതും പെൻഷൻ മുടങ്ങിയതും തിരിച്ചടിയായി തുടങ്ങിയെന്നും വിമർശനങ്ങൾ ഇരു യോഗത്തിലും ഉയർന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അലയടിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വികാരം എന്നുള്ള ഫലം അവലോകനം ചെയ്ത സമയത്ത് ആലപ്പുഴ യോഗത്തിൽ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ BJP-യെ ഭരണത്തിൽ നിന്ന് അകറ്റാൻ കോൺഗ്രസ് ആണ് മികച്ചതെന്ന് ജനങ്ങൾ ചിന്തിച്ചതിനെ ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരവും പ്രതിഫലിച്ചു എന്നതായിരുന്നു ഉള്ളടക്കം. മുഖ്യമന്ത്രിയെ തിരുത്താൻ CPM-ൽ ആർക്കും ധൈര്യമില്ല. പരനാറി പ്രയോഗം പോലുള്ള പരാമർശങ്ങൾ എല്ലാ കാലത്തും മുഖ്യമന്ത്രി നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി തിരുത്താൻ തയ്യാറല്ലെന്ന ഗീവർഗീസ് മാർ കൂർലോസിനെതിരെയുള്ള വിമർശനങ്ങളിലൂടെ വ്യക്തമായെന്ന റിപ്പോർട്ടിൽ മേലുള്ള ചർച്ചയിൽ അംഗങ്ങൾ വ്യക്തമാക്കി. CPI-യുടെ കൈവശമുള്ള കൃഷി വകുപ്പിനെയും സപ്ലൈകോയെയും അവഗണിച്ചത് തിരിച്ചടിയായിട്ടുണ്ട്. കോൺഗ്രസ് വോട്ട് മാത്രമല്ല, ഇടതുമുന്നണിയുടെ അടിസ്ഥാനത്തിലുള്ള വോട്ടുകളും BJP-യിലേക്കാണ് പോയിരിക്കുന്നത്. തൃശൂരിലെ CPI സ്ഥാനാർത്ഥിയുടെ തോൽവിയിൽ ഇപ്പോഴും മാറാത്ത ചില സംശയങ്ങൾ നിൽക്കുന്നുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ഇന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവും ചേരുന്നുണ്ടെന്നാണ് വിവരം. ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളും ചർച്ചയാക്കുമെന്നാണ് വിവരം. എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിലാണ് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഭരണവിരുദ്ധതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹം തിരുത്താൻ ഒരിക്കലും തയ്യാറല്ല. അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം അത് ജനങ്ങൾ ഇപ്പോൾ കൃത്യമായി മറുപടി നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇക്കണക്കിന് പോകുകയാണെങ്കിൽ പാർട്ടി തന്നെ ഇല്ലാതാകുമെന്നുള്ള സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നതെന്നതാണ് റിപ്പോർട്ട്.